എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നൊരു ഐറ്റം അല്ലേ നേന്ത്രപ്പഴം. ഇന്ന് നമ്മൾ ഈ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു പലഹാരം കൂടിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം ഉണ്ടെങ്കിലേ നിങ്ങൾ ഇന്ന് തന്നെ തയ്യാറാക്കിക്കോളൂ. അത്രയും ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പഞ്ഞി പോലത്തെ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ഇതേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേന്ത്രപ്പഴമാണ് നമുക്ക് വേണ്ടത്. ഞാനത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. 3 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. നല്ല മധുരം നേന്ത്രപ്പഴമാണെങ്കിൽ 1/2 കപ്പ് തന്നെ മതിയാവും. ഞാനിവിടെ 1/3 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇതിൻ്റെയൊക്കെ ആ ഒരു ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് നല്ല പോലെ അരച്ചെടുക്കട്ടോ. കട്ടിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ചേർക്കാം, ഗോതമ്പ് ചേർക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റായി കിട്ടുന്നത് മൈദ ചേർക്കുമ്പോൾ തന്നെയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴം എടുക്കുന്നതിൻ്റെ സൈസിന് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും കേട്ടോ നമ്മൾ ഈ ചേർക്കുന്ന മൈദയുടെ അളവ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മളിത് ഇൻസ്റ്റൻ്റായി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഒരു 2 പിഞ്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ എന്നൊക്കെ പറയുന്ന അളവിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി, ഈ ഒരു പരുവത്തിനാണ് കേട്ടോ മാവ് വേണ്ടത്. ഇത് കണ്ടല്ലോ ഒരു റിബൺ ആയിട്ട് വീഴുന്നുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ സ്പൂണാണ് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓയിൽ. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ എണ്ണയാണ് എല്ലാത്തിനും ഉപയോഗിക്കാറ്. അപൂർവമായിട്ട് മാത്രമേ ഞാൻ ഓയിൽ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ദേ ഒരു ഭാഗം നല്ല പോലെ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല പോലെ വീർത്ത് വരുന്നൊരു പലഹാരം കൂടെയാണ് കേട്ടോ ഇത്. നമുക്കിത് ഷേപ്പാക്കി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്പൂണിൽ കോരി അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നേന്ത്രപ്പഴ പൊരിയാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടല്ലേ, ഒരു വട്ടം ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടെയാണ്. അതുമല്ല, നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നൊരു ഐറ്റം കൂടെയാണ് അല്ലേ. ഇനി നിങ്ങൾക്ക് ഇത് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റായി കിട്ടുന്നത് എപ്പോഴും മൈദയിൽ ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.